ഞാനാണ് അയ്യോ ദേവസ്യ. ഞാനാണ് ഈ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പൽ. എനിക്ക് ഇനിയൊരു പേരുണ്ട്, ദേവസ്യ. അയ്യോ ലയൺ ദേവസ്യ. 2002 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ്. There was a big വഴക്ക്. Students with weapons ഈ സൈഡ്, സിംഗിൾ വെപ്പൺ ഈ സൈഡ്. ടോട്ടൽ കൺട്രോൾ. ആ സിംഗിൾ വെപ്പൺ? Yeah, it's me. ഇതെനിക്ക് അനുവദിക്കാൻ കഴിയില്ല. ഈ കോളേജിൽ ഇടയ്ക്കിടയ്ക്കായി വഴക്കുണ്ടാകുന്ന ഞാൻ അറിഞ്ഞു. ഇനി ഇത് നടക്കില്ല. മാലയിട്ടോളൂ. എന്താ ഇവിടെ നടക്കുന്നത്? കോളേജിൽ പതിവായി അടിയുണ്ടാക്കുന്ന ഗ്രൂപ്പാണ് സാർ. ഇവന്മാരൊക്കെ ആരാടാ? ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് MLA മകൻ ജഗനാണ് സാർ. തെറ്റിയണവരെ ചിട്ടിക്കണ ഗ്രൂപ്പ് വിനായകന്റെ അനിയന്മാര് സുരേഷും സതീഷുമാണ് സാർ. വിളിക്കണ അവന്റെ അച്ഛനമ്മയും ഫീസ് കയറി കൈ കൊടുക്കാം. അത് വേണ്ട സാറേ. സാർ ആരെ വേണമെങ്കിലും വിളിച്ചോ. സുരേഷിന്റെയും സതീഷിന്റെയും വീട്ടിൽ നിന്ന് മാത്രം ആരെയും വിളിക്കല്ലേ സാറേ. അല്ലെങ്കിൽ തന്നെ A ബ്ലോക്കും B ബ്ലോക്കും കത്തി എറിഞ്ഞോണ്ടിരിക്കണത് സാർ കണ്ടില്ലേ? അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാല് C ബ്ലോക്കും D ബ്ലോക്കും ചേർത്ത് കത്തിക്കും സാർ. പേടിപ്പിക്കുവാണോടെ എന്നെ? വരാൻ പറയണ അവരോട്. ഈ ലയൺ ആരാന്ന് കാണിച്ചു തരാം. അയ്യോ എന്റെ അമ്മ. എന്താടാ? ആ വിനായകന്റെ ആദ്യത്തനിനും രണ്ടാമത്തനിനും ഒരുമിച്ച് വിട്ടിട്ടുണ്ട് സാറേ. ഇവിടെ എന്തൊക്കെ നടക്കുവോ? പറഞ്ഞ 2014 ഈ വഴക്കും. ക്ഷമിക്കണം സാർ, അനിയന്മാരെ അറിയാതെ. സാർ, അവര് നശിപ്പിച്ചതിനെല്ലാം ഞങ്ങൾ നഷ്ടപരിഹാരം തന്നോളാം. അതെ സാർ. ഇതാ സാർ ബ്ലാങ്ക് ചെക്ക്. ഐ ലൈക്ക് യുവർ ഒബീഡിയൻസ്. ഐ ആം വെരി കൂൾ. നീ നിന്റെ അനിയനെ കൂട്ടിക്കൊണ്ട് പോകും. വളരെ ഉപകാരം സാർ. അയ്യോ പ്രശ്നം സക്സസ്. ധൃതി കാണിക്കല്ലേ സാറേ, സീൻ തീരാൻ പോകുന്നതേ ഇവൻ ഉള്ളൂ. എന്തൊക്കെ ഈ പറയുന്നത്? ശവമായിട്ട് പോകേണ്ടി വരും ഇവിടുന്ന്. ഇവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയിക്കോ ഇവിടുന്ന്. രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ. ഡാ, അവന്മാർ നിങ്ങളെ തല്ലിയോടാ. എന്റെ അമ്മോ, 4 ബ്ലോക്ക് അവന്മാര് കത്തിച്ച് കളഞ്ഞല്ല. ഈ 4 പേരുടെ അച്ഛനും അമ്മയും കണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. അച്ഛനും അമ്മയെന്നല്ല സാറേ, ചേട്ടൻ മാത്രമേ ഉള്ളൂ. അയാളെ പോയി കാണാം. അയ്യോ എന്റെ അമ്മോ, അല്ലെങ്കിൽ തന്നെ 4 ബ്ലോക്ക് കത്തിക്കൊണ്ടിരിക്കുക. അങ്ങേര് വന്നാലുണ്ടല്ലോ സാറിന്റെ ഓഫീസും കത്തിക്കും. ചുമ്മാ കിടന്ന് ചിലക്കാതെ പേര് പറയണം. ഒറ്റപ്പാലം വിനായകൻ. ഏതാടാ വിനായകന്റെ വീട്? ഇത് തന്നെയാണ് സാർ വിനായകന്റെ വീട്. സാർ, ആ വിനായകൻ. നമസ്കാരം. എല്ലാവരും സന്തോഷത്തോടെ വയറ് നിറച്ച് കഴിച്ചിട്ട് പോണം. എന്നാൽ വേഗം കഴിച്ചാട്ടെ. എടാ അങ്ങോട്ട് നോക്കടാ, എത്ര സുന്ദരനാ. എന്നാ കളറാ. തല മാത്രമല്ല മനസ്സും വെള്ളയാ. എല്ലാവർക്കും വേഗം വിളമ്പിക്കൊടുക്ക്. വയറ് നിറച്ച് കഴിക്കട്ടെ. അനിയ മനോഹര, ചേട്ടന് കോഴിക്കറി കൊടുക്കടാ. വീട്ടിൽ വന്നവർക്ക് വയർ നിറച്ച് ആഹാരം കൊടുത്ത് സന്തോഷിക്കുന്ന കണ്ടില്ലേ? നല്ല മനസ്സിന്റെ ഉടമയാടാ. നല്ല മുഴുത്ത കഷ്ണം നോക്കി വിളമ്പിക്കൊടുക്കടാ. ഇഷ്ടം പോലെ കൊടുത്തോളാം. സാർ, സാറ് വിളമ്പണ ആൾക്കാരെ മാത്രമേ കാണുള്ളൂ. സാർ താഴേക്കൊന്ന് കുനിഞ്ഞ് പന്തിയിൽ ഉണ്ണാനിരിക്കുന്നവന്മാരെ ഒന്ന് നോക്ക്. എന്തിനാടാ ഇവര് കരയുന്നത്? കറിക്ക് എരിവ് കൂടുതലായിരിക്കും. എരിവ് കൊണ്ടൊന്നുമല്ല സാർ, ഇനി നടക്കാൻ പോണ പൂരത്തെ കുറിച്ച് ഓർത്തിട്ടാ. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോ? ആർക്കും ഒരു കുറവില്ലല്ലോ അല്ലേ? അനിയ മനോഹര, ആ പുറത്തേക്കുള്ള ഗേറ്റ് വലിച്ചടക്കടാ. എന്നാ നമുക്ക് തുടങ്ങാം. അയ്യോ വേണ്ട വേണ്ട, മതി. അയ്യോ
നോക്കിയാലും മടി ഇടി വെട്ട് കുത്ത്. നോ, ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. എവിടേക്കാ പോണേ? ഞാൻ ഉടനെ കളക്ടറെ കണ്ട് പരാതി കൊടുക്കാൻ പോവാ. ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങോട്ട് നോക്കിയേ. ഡാ സുരേഷേ, നല്ലവണ്ണം കൊടുക്കടാ. ഇവിടെ നടക്കണ തല്ല് ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ ചിപ്സും കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോണ്ട് ആസ്വദിച്ച് കാണില്ലേ? അങ്ങേരാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. ആ വിനായകന്റെ ഉറ്റ ചങ്ങാതി അയാള്. ഈ തോന്നിവാസം കാണിക്കുന്നവന് കളക്ടർ ഫ്രണ്ട് ആണെന്നോ? വിനായക, ഇന്നത്തെ ഷോ സൂപ്പർ ആയിരുന്നു. അടുത്ത മാച്ചിന് വിഷമിക്കണ്ടോ, അടുത്ത മാച്ചിനും നീ തന്നെയാ. താങ്ക് യു. ചേട്ടാ, ഞാൻ വെള്ളം അടിച്ച് ചന്തയിൽ വഴക്കിട്ടു. ദേ അവൻ പെണ്ണിന്റെ കയ്യെ പിടിച്ച് വലിച്ചു. മറ്റവനാണെങ്കിൽ ബ്ലേഡ് വലിച്ചാ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാ അടിക്കുന്നതെന്ന് മനസ്സിലായ ചേട്ടാ. ചേട്ടാ, ഒരു ചെറിയ സംശയം, ചോറ് തീറ്റിച്ചിട്ട് എന്തിനാ അടിക്കുന്നേ? നമ്മുടെ അടി വാങ്ങണമെങ്കിലേ ശരീരത്തിൽ ആരോഗ്യം വേണം. കഴിച്ചാൽ നല്ല ഒന്നാന്തര അടി വാങ്ങിക്കാലോ, അതിനാ കൊടുത്തേ. നിന്നെ കണ്ടിട്ട് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ നീ. അതെ ചേട്ടാ. ഡാ, ഈ അനിയൻ ഒരു പ്രാവശ്യം കൂടെ ആഹാരം കൊടുക്കടാ. അയ്യോ, പിന്നെ ചോറ് തിന്നാൻ പറയുന്നു. ഓടിക്കോടാ, എടാ, ഓടിക്കോ. ഈ ആഴ്ച കണ്ട ഏതെങ്കിലും മുഖം അടുത്ത ആഴ്ച കണ്ടാലുണ്ടല്ലോ. മിസ്റ്റർ വിനായകം, കോളേജിൽ നടന്ന വഴക്കിൽ MLA-യുടെ മോനെ അടിച്ചതിന് നിങ്ങളുടെ 4 അനിയന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. കേട്ടില്ലടാ. എന്താ പോലീസിനെ നോക്കി കളിയാക്കുവാണോ? ഡോ VK പെരിങ്കുഴിക്കലേ. ഒബ്ജെക്ഷൻ മിസ്റ്റർ കാക്കി തൊപ്പി. ഈ വീടിന്റെ മുകളിൽ ഒരു കാക്ക കാഷ്ടിക്കണമെങ്കിൽ പോലും എന്നോട് ചോദിക്കാതെ ചെയ്യില്ല. ശരിയല്ലേ ചേട്ടാ? തീർന്നിട്ടില്ല. ഇവന്മാരുടെ തലയിൽ ഒരു പേൻ ഇഴയണമെങ്കിൽ എന്റെ പെർമിഷൻ തീർച്ചയായും വേണം. അങ്ങനെയല്ലേ? ഇങ്ങോട്ട് നോക്കു വക്കീലെ. അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല. എന്താന്ന് വേഗം പറ. അവൻ MLA-യുടെ മോന്റെ ദേഹത്താ കൈവച്ചിരിക്കുന്നത്. MLA-യുടെ മോൻ എന്താ തലയിൽ കൊമ്പുണ്ടെന്നാ? എന്താ അടിക്കാൻ പാടില്ലേ? അക്കോർഡിംഗ് ടു ദ അടിപിടി കേസ് ഓഫ് തരികിട ബ്രദേഴ്സ്, MLA-യുടെ മോന്റെ മുതുകിൽ പടോ എന്ന ഒരു അടി കൊടുത്തത്, മോന്റെ ആകെ മൊത്തം ഡെന്റാക്കി ഡാമേജ് ആക്കിയത്, അങ്ങനെയുള്ള എല്ലാ കുറ്റത്തിനുള്ള ആന്റിസിപ്പേറ്ററി ബെയിലാണിത്. ബൈ ദ ബൈ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നല്ലേ പറയാറ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ. മൂക്കിൽ ഇടി വീഴും മുമ്പ് മുൻജാമ്യം എടുത്ത് കളയും. എന്താ വീടിന്റെ അകത്തേക്ക് പോകുന്നു ഇൻസ്പെക്ടർ? ഈ വഴി പൊക്കോളൂ. പോയി ചീട്ട് കളിക്കുന്നവരെ ഓടിച്ച് കൊല്ലാൻ നോക്ക്. പ്ലീസ്, യു മേ ഗോ. വിട്ടോ. എന്തിനാ വെറുതെ നടക്കുന്നവരുടെ കൈയും കാലും അടിച്ചോടിക്കുന്നത്? ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലേ നാട്ടിലുള്ള ഡോക്ടർമാരെല്ലാം കോടീശ്വരന്മാരാവൂടാ. ചേട്ടാ, എന്താടാ? ഈ വീട് ഇടിച്ച് 3 നിലയായിട്ട് കെട്ടിയിട്ട് 3ാമത്തെ പോർഷൻ കോർട്ടിനും താഴത്തെ പോർഷൻ പോലീസ് സ്റ്റേഷന് വാടകയ്ക്ക് കൊടുത്തിട്ട് നടുക്ക് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ ചേട്ടാ. എന്തിനാടാ? പോലീസ് സ്റ്റേഷനിലേക്കും കോർട്ടിലേക്കും എനിക്ക് അലയാൻ പറ്റില്ല ചേട്ടാ, അലയാൻ പറ്റില്ല. ഹലോ, നിങ്ങളാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടി സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടോ അവിടെ? സച്ചിൻ തെണ്ടുൽക്കറോ? സച്ചിന്റെ വീടാന്നോർത്ത് അഡ്രസ് മാറി വന്നതാ. എന്തായാലും വന്നില്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാനല്ലേ പറഞ്ഞു.